റിപ്പോർട്ടർ ഈവനിംഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. AK ശശീന്ദ്രനും തോമസ് കെ തോമസിനുമെതിരെ NCPയിൽ പടയൊരുക്കം. PC ചാക്കോയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ രഹസ്യയോഗം ചേർന്നു. ലതിക സുഭാഷ് അടക്കം 8 ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പങ്കെടുത്തു. കോട്ടയ്ക്കലിന് പകരം മധ്യ കേരളത്തിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് വേണമെന്നതാണ് PC ചാക്കോയുടെ ആവശ്യം. നിയമസഭാ സീറ്റില്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷ പദവിയാണ് ലക്ഷ്യമിടുന്നത്. നേതാക്കൾ യോഗത്തിനെത്തിയ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആദ്യം AK ശശീന്ദ്രനും തോമസ് കെ തോമസിനും എതിരെയാണ് ഇപ്പോൾ നേതാക്കൾ രഹസ്യയോഗം ചേർന്ന് പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത്. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ, PC ചാക്കോ പക്ഷം പിടിമുറുക്കുകയാണോ? ഏത് രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ NCPയിൽ ഇത്തരമൊരു പടയൊരുക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് മുൻ അധ്യക്ഷൻ കൂടിയായ PC ചാക്കോ 8 ജില്ലാ കമ്മിറ്റി ഭാരവാഹികളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ വൈകിട്ടാണ് കൊച്ചിയിൽ രഹസ്യ യോഗം ചേർന്നത്. ഇന്നലെ PC ചാക്കോയുടെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ ലതിക സുഭാഷ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ്, അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ പദവി തിരിച്ചിട്ടുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട്. ഈ 23-ാം തീയതി LDFന്റെ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഈ കോട്ടക്കൽ സീറ്റ് മാറി മധ്യകേരളത്തിൽ ഒരു സീറ്റ് NCPക്ക് വേണം എന്ന് ആവശ്യപ്പെടാനാണ് നീക്കം. ആ സീറ്റിൽ അങ്ങനെയെങ്കിൽ PC ചാക്കോ മത്സരിക്കുകയും ചെയ്യും. നിലവിൽ 3 സീറ്റുകളിലാണ് NCP മത്സരിക്കുന്നത്. കോഴിക്കോട് എലത്തൂർ, അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എന്നീ സീറ്റുകളിൽ AK ശശീന്ദ്രനും തോമസ് കെ തോമസും മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സീറ്റ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ മണ്ഡലത്തിലാണ്. പക്ഷേ വിജയസാധ്യതയില്ലാത്ത കോട്ടക്കൽ മണ്ഡലം മാറി മധ്യകേരളത്തിൽ PC ചാക്കോക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഒരു സീറ്റ് വേണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഈ കാര്യങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യാനും പാർട്ടിയിൽ ഈ കാര്യത്തിൽ ഭൂരിപക്ഷം ലഭിക്കാനും വേണ്ടിയാണ് ഇത്തരമൊരു യോഗം വിളിച്ചു ചേർത്തത് എന്നതാണ് സൂചന. അതോടൊപ്പം തന്നെ ഈ AK ശശീന്ദ്രനും തോമസ് കെ തോമസും നേരത്തെ ശരത് പവാറുമായി ചർച്ച നടത്തുകയും അതിനുശേഷം ഇരുവരുടെയും സീറ്റുകൾ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ PC ചാക്കോക്ക് അർഹമായ സീറ്റില്ല, അല്ലെങ്കിൽ അർഹമായ സ്ഥാനം പാർട്ടിയിലില്ല എന്നതാണ് പ്രധാനപ്പെട്ട പരാതി. ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ രഹസ്യ യോഗം ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം ചേർന്ന NCPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വലിയ കയ്യാങ്കളിയും വലിയ പൊട്ടിത്തെറിയും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തോമസ് കെ തോമസിനെ അനുകൂലിക്കുന്ന വിഭാഗവും PC ചാക്കോയെ അനുകൂലിക്കുന്ന വിഭാഗവും തമ്മിൽ നേർക്കുനേർ വരികയും കസേര വലിച്ചെറിയുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ LDFന്റെ യോഗത്തിന് മുന്നോടിയായി ഇത്തരത്തിൽ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി PC ചാക്കോ രഹസ്യ യോഗം വിളിച്ചു ചേർത്തത്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.